മോനെങ്ങനെ പാടിയെന്ന് ചോദിച്ചാൽ നന്നായി പാടി. താങ്ക് യു മാം. ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് തോന്നിയത് ഒരു ബലപ്പെടുത്താമായിരുന്നു എന്ന് തോന്നി. ചില ഭാഗങ്ങളൊക്കെ അതൊരു പിന്നെ ഒരു ഉഴപ്പിപ്പോന്നൊരു ഫീല് വരുന്നുണ്ട് ഇടയിലൊക്കെ. ആ പല്ലവി മാത്രം ഒന്ന് കുറച്ചുകൂടെ ഒരു ധൈര്യത്തിൽ പാടാമോ? ദൈവം തந்த വീട് വീതിருக்கு இந்த ஊரென்ன சொந்த வீடென்ன இந்த ஊரென்ன சொந்த வீடென்ன ஞான பெண்ணே வாழ்வின் பொருளென்ன நீ വന്ന കഥയെന്ന വാഴ്വിൻ പൊരുൾ. അതൊക്കെ കുറച്ചുകൂടി ഒരു ഫൈനസ് ആവാമായിരുന്നു. വാഴ്വിൻ പൊരുളൻ ക്ലിയർ ആക്കണത് എന്താ അത് പാടുന്നത്? വാഴ്വിൻ. അപ്പൊ അത് കുറച്ചുകൂടെ ഒന്നൊരു ക്ലിയർ ആവാം. അത് മോൻ ഇപ്പോഴും ഒരു ഡൗട്ടാണ് ഫീൽ ചെയ്യുന്നത്. താരാ താരീരി താരാരാരാ. ശരിക്കും കണ്ണദാസർ അവർകൾ എന്ത് മനോഹരമായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇതൊരു ഫിലോസഫി ഓഫ് ലൈഫ് തന്നെയാണ്. അപ്പം എനിക്കിതിൽ മോൻ പാടുമ്പോഴത്തേക്ക് ഇപ്പം പാടിക്കുമ്പോൾ അതിങ്ങനെ ഒരു സെർച്ച് ചെയ്ത് പോകുന്ന പോലെയാണ് തോന്നുന്നത്. കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് ആവാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതേപോലെ അനുപല്ലവി ഫസ്റ്റ് ചരണവും അനുപല്ലവിയിൽ കോടി തങ്കച്ചി അത് പാടുമ്പോൾ അവളുടെ മുഖത്തൊരു ചിരി. ഞാൻ പറയുന്നത് കേട്ടിട്ട് ചിരി വന്നു. കോടി തങ്കച്ചി. ഓക്കെ തങ്കച്ചി. ആ തങ്കച്ചി പാടുന്ന അവിടെ ഒരു സംഗതി ഉണ്ടല്ലോ, അത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ശരിയായി. ആദ്യത്തെ 2 പ്രാവശ്യം അതിനൊരു ഉഴപ്പലും ഒരു സ്ലിപ്പും. ഒന്ന് പാടിയത്. ദൈവം ചെയ്ത പാവം മീത് ഓടി തങ്കച്ചി ചീ ചീ. കുറച്ച് മോനെ അതായി പറയുന്നത്, ആ ഡൗട്ട് ഇപ്പോഴും പോയിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് മൈൻഡിൽ ആ ഡൗട്ട് എന്നല്ല, പക്ഷെ ആ പ്രാക്ടീസ് ചെയ്തത് കുറച്ചുകൂടി ചെയ്യാനുണ്ട് ഈ ഒരു പാട്ടിൽ. അപ്പം അതുകൊണ്ടാണ് ചില ഭാഗങ്ങളൊക്കെ ആലോചിച്ച് പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ പാടിയതല്ലേ, ഇപ്പോൾ ടക്കനത് പാടണ്ടേ, അതിപ്പോഴും ആലോചിച്ചിട്ടാണ് മോനത് സംഗതി ഇങ്ങനെയാണോ അങ്ങനെയാണോ. ആ ഒരു കാര്യം കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഒരു കോൺഫിഡൻസ് വോയിസിൽ, ആ പ്രസൻസിൽ വരാനുണ്ട്. അതാണ് എനിക്കിതിൽ തോന്നിയത്. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. ബ്യൂട്ടിഫുൾ സോങ്. ഇതിന്റെ ശ്രുതി കറക്റ്റ് ആണോ? ഒറിജിനൽ പിച്ചാണോ? ആണ്. ആ പിച്ച് വേണമെങ്കിൽ കുറച്ച് കൂട്ടാം. മോന്റെ ശബ്ദത്തിന് കുറച്ചുകൂടെ ഒരു വെയിറ്റ് പവറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ ഹൈ ഒരു ഹാഫ് നോട്ട് കൂട്ടിയാലും മതി, രസമായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അണ്ണാച്ചി പറഞ്ഞ പോലെ ഈ ശ്രുതിയാണ് ഏറ്റവും പ്രശ്നം. അതായത് അനുപല്ലവി തുടങ്ങിയത് ഒരു 1/2 നോട്ട് താഴെയാണ്. അതെന്ത് പറ്റിയെന്ന് ശ്രുതി എന്തെന്ന്? நான் கேட்டு தாய் தந்தை படைத்தாரா படைத்தாரா സംഗതിയൊക്കെ നന്നായിരുന്നു. ആ ലാൻഡിങ് ഒക്കെ കൃത്യമായിട്ട് ഒന്ന് ആ ശ്രുതിയിലോട്ട് ലയിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. അവിടെ അതുപോലെ തന്നെ ഇതില്ലേ നമ്മുടെ അനുപല്ലവി, ആ ഫസ്റ്റ് 2 ലൈൻസ് പാടിക്ക്. വെറും കോയിലിതിലെന്ന അഭിഷേകം ഉൻ മനമെങ്കും തെരുക്കൂത്ത് പകൽ വേഷം വേഷം കള്ളിക്കെന്ന മുള്ളിൽ വേലി പോടി തീരി. കള്ളിക്കെന്ന മുള്ളിൽ വേലി പോടി തങ്കച്ചി. എല്ലായിടത്തും ആ ശ്രുതി ഒന്ന് ടച്ച് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ. സംഗതികളൊക്കെ നല്ല കിടുങ്ങാമണി പോലെ പാടുന്നുണ്ട്. പക്ഷെ ആ ശ്രുതിയും കൂടെ ഒന്ന് ചേർന്ന് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും.